തൊടുപുഴ ഇലക്ട്രിസിറ്റിയുടെ കീഴിൽ വലിയൊരു അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്. അവരുടെ കാര്യങ്ങൾക്കെല്ലാം അവർ ഒന്നാമതായിട്ട് ഇറങ്ങും. അതായത് കറണ്ട് ബില്ല് അടയ്ക്കാൻ ഒരു ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് ഊരും, അതിനുള്ള പിഴകൾ, ഇങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നവരാണ് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അവരോട് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു ഉത്തമമായ രീതിയാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡ് ജനവാസ മേഖലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമുറിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലെ കരണ്ട് മാറ്റണം എന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടും പണമടച്ച് രസീത് കൈപ്പറ്റിയിട്ടും ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കഴിഞ്ഞ രാത്രിയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക്. ഭാഗ്യവശാൽ ആൾക്കാർ രക്ഷപ്പെട്ടെങ്കിലും സംഭവം നടന്ന് ഇത്രയും നേരം കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ വിഷയം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡ്, ഈ റോഡിൻ്റെ പേര് കുമാരമംഗലം കുളിരിയാനിക്കൽ തണ്ട് റോഡാണിത്. കഴിഞ്ഞ ദിവസം കാറ്റുമഴ, അതിശക്തമായി കാറ്റുമഴ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീടിന് ചുറ്റും നിൽക്കുന്ന ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം അപകടകരാവസ്ഥയിലാണ്. ഇത് വെട്ടിമാറ്റണം എന്നും പറഞ്ഞ് ഈ വീട്ടുടമ ഇലക്ട്രിസിറ്റി ഓഫീസിൽ എത്രാം തീയതി ബില്ലടിച്ചത്? 17/7/2024 ബില്ലടച്ചേക്കുന്നതാണ്. എത്രയാ? 1596 രൂപ ഈ കറണ്ട് ലൈൻ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി മാത്രമായിട്ട് ബില്ലടച്ചതാണ്. ഞങ്ങൾ വെട്ടി മാറ്റിക്കോളാം, അത് നിങ്ങൾ അഴിച്ചു തന്നാൽ മാത്രം മതി എന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയി പൈസ. ഇത്രയും റിക്വസ്റ്റ് സ്ഥല ഉടമസ്ഥൻ ഭീഷണിയായിരിക്കുന്ന വെട്ടി മാറ്റിക്കോളാന്ന് പറഞ്ഞു. ഇതൊന്ന് അഴിച്ചു മാറ്റാൻ, ഈ ലൈനൊന്ന് അഴിച്ചു മാറ്റാനാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ തൊടുപുഴ അപേക്ഷ. എന്ത് നിലപാടുകളാണ് ഇവരെ എന്നറിയത്തില്ല. ഇന്നിപ്പോൾ ഞാൻ വിളിച്ചു, ഇതിൻ്റെ കാരണം അറിയാൻ വിളിച്ചപ്പം ഇത്രയും ഗുരുതരാവസ്ഥയിൽ ഇലക്ട്രിസിറ്റി ഓഫീസ് പ്രശ്നങ്ങൾ നേരിടുകയാണ്. മഴ മുഖാന്തരം നിരവധി വീടുകൾക്ക് കറണ്ടില്ല, കറണ്ട് പോവുകയും വരുകയും ചെയ്യണോ, ഒരുപാട് മരങ്ങൾ വെട്ടി മാറ്റാനുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇലക്ട്രിസിറ്റി ഓഫീസ് എഞ്ചിനീയർ ലീവാണെന്നാണ് പറഞ്ഞ്, ലീവ് എടുത്തിട്ട് അവരുടെ മൗലികാവകാശമായിരിക്കും. പക്ഷേ ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഇത്രയും വലിയൊരു വിഷയം, അത് കഴിഞ്ഞാണ് ഈ മരം ഒടിഞ്ഞ് ആടിയിരിക്കുന്നത്. വലിയൊരു വിഷയമാണ്. അതിപ്പോൾ ഒറ്റയടിക്ക് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വീടിന് സംഭവിച്ചതിന് എന്തോ ഭാഗ്യവശാൽ ആ ലൈൻ കമ്പിയെ തടഞ്ഞു നിർത്തി വീട് ഒരു സുരക്ഷിതമായി ഇരിക്കുകയാണെന്ന് ആണ്. ഇതിന് വീടിൻ്റെ ഒരു സൈഡ് പോയിട്ടുണ്ട്, മൊത്തത്തിൽ പോയിട്ടുണ്ട്. കണ്ടോ, വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ടും പോകാനുള്ള. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് എഞ്ചിനീയറാണ് മെയിനായിട്ട്, നമ്മൾ എഞ്ചിനീയർക്കാണ് അപേക്ഷ കൊടുത്തത്. അപ്പോൾ എഞ്ചിനീയർ ഞങ്ങളോട് പറഞ്ഞത് നാളെ വന്ന് നിങ്ങൾ അഴിച്ചു തരാം, നിങ്ങൾ വെട്ടി മാറ്റിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് അപേക്ഷ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം വരാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ഫോൺ വിളിച്ചപ്പോൾ യാതൊരു റിക്വസ്റ്റും ഇല്ല. ഫോൺ എടുക്കുന്നില്ല, വെട്ടിമാറ്റാൻ ആളിവിടെ വെയിറ്റ് ചെയ്യാറുന്നു, ഇവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ആ ദിവസം അവർ തിരിച്ചു പോയി. വീണ്ടും പിറ്റേ ദിവസം, അതിൻ്റെ 2ാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും KSEB ആയിട്ട് ബന്ധപ്പെട്ടു. ഇവർ യാതൊരു റിക്വസ്റ്റും ഇല്ല, വെട്ടിമാറ്റാൻ ആൾ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ 2 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, നടപടി ഉണ്ടായില്ല. 3ാമത്തെ ദിവസം രാത്രി ഞങ്ങളവിടെ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഇത് ഒടിഞ്ഞ വീടിൻ്റെ മേലേക്ക് വീഴുന്നത്. എന്തുകൊണ്ടോ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ടും താർന്നിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും KSEBയുടെ അനാസ്ഥ തന്നെയാണ്. പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്കാണ്. ഈ മരം വീണതിൽ പിന്നെ ഈ വീടിന് അഗാധമായ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടോ മരം മോളിൽ കിടക്കുകയാണ്. അത് പിന്നെയാണ് ഈ വിള്ളലുണ്ടായെന്നാണ് പറയുന്നത്. ഇതെല്ലാം വിണ്ടി കീറിയേക്കുക. KSEB എഞ്ചിനീയറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഈ വീട് തകരാറാവാൻ കാരണം. അപകടാവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കി വീട്ടുടമ മുൻകൂർ പണമടച്ച് പരാതിപ്പെട്ടിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന ഈ ഇലക്ട്രിസിറ്റി എഞ്ചിനീയറും ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഈ വീട്ടുടമ നിയമ നടപടികൾക്ക് തന്നെയാണ് തുടക്കം. ഇപ്പോൾ അപകടാവസ്ഥ മണത്തറിഞ്ഞ് ചാനലുകാർ വിളിച്ചപ്പോൾ ഒരു ലൈൻമാൻ ഓടിയെത്തിയെങ്കിലും ഒറ്റയ്ക്കൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മരം ലൈൻ കമ്പിയിൽ വീണ് കരണ്ട് കട്ടായതിൽ പിന്നെ നിരവധി വീട്ടുകാർക്ക് കുടിവെള്ളം വരെ എത്താത്ത സ്ഥിതിയായി. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ഏക ആശ്രയം മോട്ടറടിച്ചാണ്. ഇതൊന്നും
എത്രയും പെട്ടെന്ന് പരിഗണിക്കപ്പെടാനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് വിഷയം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തിൽ നിന്നും കെ വിജയൻ.